പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക പ്രിയ രാജു തോമസ് അച്ചായന്, അലക്സാണ്ടർ ജോർജ് അച്ചായന്, പാസ്റ്റർ സണ്ണി ഗിൽബർട്ട് നല്ല ഗാനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ അലക്സ് ജോർജ് പാസ്റ്റർ ബിന്നു, പ്രാർത്ഥനയിൽ നമ്മളെ സഹകരിച്ച രാജേശ്വരി അമ്മ സിസ്റ്റർ, പിന്നെ നമ്മുടെ KC ഉമ്മനച്ചാൻ, മാത്രമല്ല നമ്മുടെ ഇവിടെ ഈ മീറ്റിങ്ങിന് വേണ്ടി കടന്നുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ ദൈവജനവുമായി നിൽപ്പാൻ, ദൈവജനത്തോട് സംസാരിപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഹോപ്പ് ഗിവേഴ്സ് മിഷന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതിന്റെ പ്രവർത്തന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കേൾക്കുവാൻ ഇടയായി. അതിന്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും പരസ്യയോഗങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങളെ ഒക്കെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ അലക്സ് ജോർജ് പാസ്റ്റർ, ബിനു പാസ്റ്റർ, ഇവർ രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് വളരെ നാളുകളായി വർഷങ്ങളായിട്ട് അറിയാവുന്നവരാണ്. ആ സഹോദരങ്ങൾ നമ്മുടെ ഒരുമിച്ച് ഞങ്ങൾക്ക് സമകാലികമായി പഠിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ആ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽപ്പാനും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രതീക്ഷ നൽകുന്നവർ, പ്രതീക്ഷ കൊടുക്കുന്നവർ എന്ന അർത്ഥത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും കഷ്ടത അനുഭവിക്കുന്നവരെ മാത്രമല്ല, എല്ലാ പ്രിയപ്പെട്ടവരും ആത്മീയമായി രക്ഷ പ്രാപിക്കണം, അവര് കർത്താവിന്റെ സന്നദ്ധിയിൽ അവർ രക്ഷിക്കപ്പെടുന്നവരായി തീരണം എന്നുള്ളതായ വളരെ കർത്താവിന്റെ പ്രവർത്തനത്തോട് ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനങ്ങളെയും അതിന്റെ എല്ലാ പ്രവർത്തകരെയും പ്രാർത്ഥനാ സഹകാരികളെയും ശുശ്രൂഷ ചെയ്യുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് രാത്രികാലം ഒരു വേദവചനത്തിലേക്ക് നമുക്ക് ചിന്തിക്കുവാനിടയായി തീരട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത് വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്തോത്രം. നമ്മൾ വായിച്ചതായ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് വായിക്കുവാനിടയായി തീർന്നത്. കർത്താവിന്റെ ഹൃദയത്തെ അറിഞ്ഞ, കർത്താവിന്റെ മാർവോട് ചേർന്നുകൊണ്ട് കർത്താവിന്റെ ഹൃദയസ്പന്ദനത്തെ കേട്ട അപ്പോസ്തലനായ യോഹന്നാൻ മറ്റുള്ള ബാക്കി 3 സുവിശേഷകന്മാർ എഴുതിയതായ സുവിശേഷത്തിന്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പ്രത്യേകാൽ പഠിക്കുവാൻ സാധിക്കും. അതില് താനിവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് പറഞ്ഞിരിക്കുന്നത്: താൻ സ്വന്തത്തിലേക്ക് കടന്നു വന്നു. നാം ആ വാചകം പഠിക്കുമ്പോൾ സ്വന്തമായതിലേക്ക് നമുക്ക് ആ ഒരു വാക്ക് പ്രത്യേകാൽ എടുത്ത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്വന്തം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ളതും ഞാൻ ഓൺ ചെയ്തിരിക്കുന്നതുമായ ചില സംഗതികൾ സ്വന്തമായത്. അത് സ്വന്തമായതെന്ന് പറയുമ്പോൾ എന്റേത്, എനിക്ക് എന്ന് പറയുവാനായി നമുക്ക് വളരെ ആധികാരികതയോടെ പറയുവാൻ കഴിയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. സ്വന്തം എന്നാൽ എന്താണ്? നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും സ്വന്തമായിട്ടുണ്ട്. നമുക്ക് റേഷൻ കാർഡ് സ്വന്തമായിട്ടുണ്ട്, നമുക്ക് പാസ്പോർട്ട് ഉണ്ട്, വസ്തുവകകളുണ്ട്, അല്ലെ? ബാങ്ക് അക്കൗണ്ടും ബാങ്ക് ബാലൻസും ഉണ്ട്, ഗ്യാസ് കണക്ഷൻ ഉണ്ട്, വാഹനങ്ങളുണ്ട്. അങ്ങനെ അനവധി വസ്തു സമ്പാദ്യങ്ങളും ഗവൺമെന്റ് സംബന്ധമായ ചില രേഖകളും ഒക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട്. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പലതും നമ്മൾ സ്വന്തമാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്കതിന് പല മനുഷ്യരും അതിനു വേണ്ടി അവൻ ജീവൻ കൊടുക്കുവാൻ വേണ്ടി പലപ്പോഴും തയ്യാറാകുമ്പോൾ, വസ്തുവകകൾക്ക് വേണ്ടി അവൻ മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ തയ്യാറാകുമ്പോൾ, അങ്ങനെ സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പല സംഗതികളും ലോകത്തുള്ളപ്പോൾ ഇതൊന്നും സ്വന്തമല്ല എന്ന് നാം മനസ്സിലാക്കുന്ന ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപക്ഷെ ഈ സംഗതികൾ കൊണ്ട് നമുക്ക് അമേരിക്കയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, വിസ അടിച്ചു തരണമെങ്കിൽ 6 മാസത്തെ വിസയ്ക്ക് വേണമെങ്കിൽ നമ്മൾ അമേരിക്കയിലെ എംബസിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഈ പറയപ്പെട്ടതായ ലിസ്റ്റും പ്രകാരമുള്ള എല്ലാ സംഗതികളും നമുക്ക് തരും. അപ്പോൾ ഈ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സംഗതികളും നമ്മൾ സംഘടിപ്പിച്ച് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് തിരികെ മടങ്ങി വരണം, എന്റെ കുടുംബമുണ്ട്,
എനിക്കുള്ള വസ്തുവകകളുണ്ട്, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇതെല്ലാം ഇവിടെ കിടക്കുമ്പോൾ ഞാൻ തിരികെ മടങ്ങി വരുമെന്ന് അവിടെ തെളിയിക്കേണ്ടതായ ആവശ്യമുള്ളത് കൊണ്ട് ഇതൊക്കെയും എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർ പോകാറുണ്ട്. എന്നാൽ സ്വർഗത്തിലേക്ക് പോകേണ്ടതിന് വേണ്ടിയിട്ട് ഈ നമുക്കിവിടെ ഭൂമിയിൽ എന്തെല്ലാം സ്വന്തമായിരിക്കുന്നുവോ ഇതൊന്നും പര്യാപ്തമല്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള വസ്തുവകൾ ഉണ്ടായതുകൊണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടായതുകൊണ്ടോ, വാഹനങ്ങൾ ഉണ്ടായതുകൊണ്ടോ, വളരെ മനോഹരമായ സൗധം ഉണ്ടായതുകൊണ്ടോ ഒന്നും നമുക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഞാന് എന്റെ പിതാവിനെ പറ്റി ഒരു വാക്ക് പറയാം. ഞാന് പറയുക, എന്റെ പിതാവ് കഴിഞ്ഞ ഒരു മാസത്തിന് മേലായി, ഒരു 35 ദിവസമായി നിത്യതയിലേക്ക് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. എന്റെ പിതാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ, ഞാൻ അലമാര തുറന്നു നോക്കുമ്പോൾ തന്റെ വസ്ത്രങ്ങൾ അവിടെ എല്ലാം അലക്കി തൂക്കി ഇട്ട് വച്ചിരിക്കുകയാണ്. തന്റെ ചെരുപ്പുകൾ, താൻ ഉപയോഗിച്ച വാഹനം, താൻ എന്തെല്ലാം ഈ ലോകത്തെ ഭൂമിയിൽ ഉപയോഗിച്ചു, ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് പോയിരിക്കുകയാണ്. താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന തന്റെ ശരീരം പോലും ഈ മണ്ണിനോട് ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിത്യതയിൽ വിശ്രമിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം, നമുക്ക് ഭൂമിയിൽ സ്വന്തമായിട്ട് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും അതൊന്നും നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ പര്യാപ്തമായ കാര്യങ്ങളല്ല. കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ അത്യന്തപരമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ അല്പകാലം മാത്രം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നാം എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഒരു വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നാം ഈ ലോകത്തിൽ വസ്തുവകകൾ സമ്പാദിക്കുന്നതിനേക്കാൾ ഒരു ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കി കളഞ്ഞാൽ തനിക്ക് എന്താണ് ഫലം? ഈ ഭൂമിയിൽ എന്തെല്ലാം സമ്പാദിക്കുവാൻ ശ്രമിച്ചാലും, എന്തെല്ലാം കാര്യങ്ങൾ നേടുവാൻ ശ്രമിച്ചാലും, ഏതെല്ലാം വെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാലും, ഏതെല്ലാം കാര്യങ്ങൾ മനുഷ്യർ നമ്മളെ പറ്റി പുകഴ്ത്തി പറഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെയും, എന്തെല്ലാം സമ്പാദിച്ചാൽ തന്നെയും ദൈവത്തിന്റെ വചന പ്രകാരം പറയുകയാണ്, നാം എന്തെല്ലാം നേടിയാലും, ഈ സ്വർലോകം ഈ ഭൂമിയുള്ള സകലതും നേടിയെന്ന് പറഞ്ഞാലും നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയോജനമെന്ന് കർത്താവിന്റെ വചനത്തിലൂടെ നമ്മോട് ചോദിക്കുന്നു. അപ്പോൾ നാം ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയുന്നത് ഏതെല്ലാം ഒന്നും നമ്മളെ രക്ഷിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷ അത് നാം നിശ്ചയമായും നാം ആലോചിച്ച് കണ്ടെത്തേണ്ടുന്ന ഒരു ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് നേടുവാൻ കഴിയുന്നത്? മറ്റൊരു കാര്യം നാം ചിന്തിക്കുക, നമുക്ക് സ്വന്തമായതിലേക്ക് വന്നു. വചനത്തിലേക്ക് ഇങ്ങനെ പറയുന്നു, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ദൈവം സ്വന്തത്തിലേക്ക് കടന്നു വന്നു. ആരാണ് ഈ സ്വന്തമായവർ എന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവം ഇസ്രായേലിനെ അധികം സ്നേഹിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിന്റെ ഓരോ കാലഘട്ടത്തിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഗതി മാറ്റങ്ങൾക്ക് ഒത്തവണ്ണം കർത്താവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. പാപം ചെയ്ത് അവരൊക്കെയും ദൈവത്തിന്റെ സന്നിധി പിന്മാറുമ്പോൾ അവരുടെ മേൽ ഉണ്ടാകുന്ന ദൈവത്തിന്റെ കോപത്താൽ അവർ തകർക്കപ്പെടുകയും പലയിടങ്ങളിലേക്ക്, പലപ്പോഴും പ്രവാസങ്ങളിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അവരുടെ നിലവിളിയും അവരുടെ കരച്ചിലും കണ്ണുനീരും കണ്ടിട്ട് കർത്താവ് പലപ്പോഴും അവന്റെ ഒരു രക്ഷണ്യ പ്രവൃത്തിയിലൂടെ, വ്യക്തികളിലൂടെ കർത്താവ് അവരെ രക്ഷിച്ച് തിരികെ മടക്കിക്കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. പഴയ നിയമത്തിലൊക്കെ പലയിടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ അധികം സ്നേഹിച്ചു. പലയിടങ്ങളിലും എന്റെ ജനം എന്ന് ആത്മാർത്ഥതയോടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അനേക സന്ദർഭങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്റെ ജനം എന്ന് ദൈവം പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരു മനുഷ്യന് ഒരു കാര്യത്തെ പറ്റി പറയുന്നതിനേക്കാൾ ആത്മാർത്ഥമായും പറയുവാൻ കഴിയുന്ന ഒരാളാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ സർവശക്തനായ കർത്താവ് എന്റെ ജനം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ദൈവം ഈ ജനത്തെ ആഴമായി സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ ഹവ്വായെയും സൃഷ്ടിച്ചാക്കിയിട്ട് അവൻ വെയിലാറുമ്പോൾ ദൈവം അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. വചനം അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മനുഷ്യനോട് സഹവസിക്കുവാൻ, അവൻ സംസർഗം ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചു. മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് ദൈവം വാസ്തവമായി പറയുന്നുണ്ട്. ദൈവം മോശയെ തന്റെ ദൗത്യത്തിന് വേണ്ടി തന്റെ അടുക്കിലേക്ക് ആകർഷിക്കുമ്പോൾ
ആ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുക, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. കാരണം അത്രത്തോളം ദൈവം ആഗ്രഹിക്കുന്നു തന്റെ ജനത്തിന് നടുവിൽ വസിക്കുവാൻ, തന്റെ ജനത്തോട് കൂടെ പാർക്കുവാൻ, അവരോട് അവൻ സമാഗമനം നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അവിടെ പല സന്ദർഭങ്ങളും പല കാര്യങ്ങളും പറഞ്ഞപ്പോഴും, മോശ പലതരത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞപ്പോഴും, ദൈവം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ദൈവം തന്റെ അത്ഭുതങ്ങളൊക്കെയും കാണിച്ചു, തന്റെ അവൻ കൈ മാർവിലിടുക എന്ന് പറഞ്ഞു തിരികെ അങ്ങനെയുള്ള അത്ഭുതം ചെയ്തു. വടിനിലത്തിന്റെ സർപ്പമായി അതിന്റെ അത്ഭുതം ചെയ്ത് കാണിച്ചു. അങ്ങനെ പലതരത്തിലുള്ളതായ കാര്യങ്ങൾ ദൈവം കാണിച്ചു കൊടുത്തിട്ടും ഏറ്റവും അവസാനം വീണ്ടും പറയുക, ദൈവമേ നീ എന്നോട് സംസാരിച്ചിട്ടും നേരത്തെയും സംസാരിച്ചതിന് ശേഷവും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. എന്റെ ജീവിതത്തിൽ മാറ്റം വന്നിൽ ഞാനിപ്പോൾ തടിച്ചു നാവുള്ളവനാണ്, വിക്കനാണ്, എനിക്ക് കഴിവില്ലാത്തവനാണെന്ന് പറയുമ്പോൾ ദൈവം അവിടെ അധികമായി ദൈവത്തിന്റെ കോപം മോശയോട് ജ്വലിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ മോശയോട് ദൈവം വളരെ കോപം ജ്വലിച്ചിട്ട് പറയുക, എന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് എന്റെ പദ്ധതി മുഴുവനും ഞാൻ എന്റെ ഹൃദയത്തിനകത്തുള്ള ഈ പദ്ധതി മുഴുവനും അവരെ രക്ഷിക്കുവാൻ, അവരുടെ നിലവിളി കണ്ടിട്ട്, അവരുടെ കരച്ചിൽ കണ്ടിട്ട്, സങ്കടം കണ്ടിട്ട്, അവരുടെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ആക്കുന്നത്. അങ്ങനെ ദൈവം തന്റെ രക്ഷണ പ്രവൃത്തി മോശയിലൂടെ ഇസ്രായേലിന് വേണ്ടി അവിടെ ചെയ്യുവാനിടയായി ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയുവാൻ കഴിയും. ഇങ്ങനെ പല വിധത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവൻ സ്വന്തമായവർക്ക് വേണ്ടിയിട്ട് ദൈവം ചെയ്ത പലതരത്തിലുള്ളതായ പ്രവൃത്തി, പല കാലഘട്ടങ്ങളിൽ പല ദൈവദാസന്മാരിലൂടെ ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ ആ സ്വന്തമായവരെ, തനിക്ക് പ്രിയപ്പെട്ടവരെ, തന്റെ ഇസ്രായേൽ ജനത്തെ അവൻ എപ്പോഴും മടക്കി കൊണ്ടുവന്ന് തന്നോടും കൂടെ ചേർത്ത് നിർത്തുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. നമ്മളെയും ഓരോരുത്തരെയും കർത്താവ് ചേർത്ത് നിർത്തുവാൻ, എപ്പോഴും അടുത്ത് നിർത്തുവാൻ, നമ്മളോടുകൂടെ സഹവസിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നാം മറന്നു പോകരുത്. ആ പഴയ നിയമത്തിൽ ദൈവം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചപ്പോൾ വീണ്ടും കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്ഷന്റെ പ്രവൃത്തിക്ക് വേണ്ടി പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് തന്റെ പ്രവൃത്തി, ആ രക്ഷന്റെ പ്രവൃത്തി അല്ലെങ്കിൽ സ്വന്തമായതിലേക്ക് കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് കടന്നു വന്നത്? നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത് വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. സ്തോത്രം. ഒരു ഭയങ്കരമായ പ്രവൃത്തിയാണ് രക്ഷണ്യ പ്രവൃത്തിയുടെ ഏറ്റവും ചുരുക്കം വാചകങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. തന്റെ സ്വന്തമായ തന്റെ ജനത്തിന്റെ നടുവിലേക്ക് ദൈവം എങ്ങനെ ഇറങ്ങി വന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുക്കുവാനിടയായി. ഈ സ്വന്തമായ തന്റെ ജനത്തിന്റെ അടുക്കലേക്ക്, ജനത്തിനെ ഒരു മനുഷ്യനായി തന്നെ, മാനവകുലത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യനായി തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ നടുവിൽ തന്നെ താൻ ജനിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവിന്റെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു, ദൈവം തന്റെ മക്കളെ സ്നേഹിക്കുന്നു, ദൈവം തന്റെ സൃഷ്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ദൈവം തന്റെ സ്വരൂപത്തെ, അല്ലെങ്കിൽ ദൈവം തന്റെ സ്വരൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ അവൻ ദൈവരൂപത്തിൽ നിന്ന് താൻ എന്ത് ചെയ്തു? അവൻ ആ സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി. ഈ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളിലൂടെയും എല്ലാ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും അവൻ താൻ കടന്നുപോയി. ഈ അനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ തന്നെ ദുഃഖിക്കുന്നവരോട് കൂടെ ദുഃഖിച്ചും വേദനിക്കുന്നവരോടുകൂടെ കരഞ്ഞും ഒക്കെയും കർത്താവ് തന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുവാനിടയായിട്ടു. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ഐഹിക ജീവിതകാലത്ത് താൻ ചെയ്തതായ എല്ലാ പ്രവൃത്തികളും നമുക്കറിയാമായിരുന്നു. ഹല്ലേലൂയ. അവൻ തകർന്നിരിക്കുന്നവരുടെ അടുക്കലേക്ക്, അവൻ നുറുങ്ങിയിരിക്കുന്നവരുടെ അടുക്കലേക്ക് കർത്താവ് കടന്നു പോകുവാനിടയായി തീർന്നു. പരീശന്മാരും സദൂക്കന്മാരും യഹൂദ മതപ്രമാണികളും നേതാക്കന്മാരും ഒക്കെയും കർത്താവിന്റെ പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിച്ചപ്പോൾ പാപികളോടും ശുദ്ധക്കാരോടും കൂടെ ചേർന്ന് നിന്നുകൊണ്ട്, ആവശ്യത്തിലിരിക്കുന്ന ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, സമൂഹത്തിൽ അധകൃതരായിരുന്നവരോട് ചേർന്ന് നിന്നുകൊണ്ട്, സമൂഹം തള്ളിക്കളഞ്ഞ കുഷ്ഠരോഗികളോടും ചേർന്നുകൊണ്ട് സമസൃഷ്ടങ്ങളോടുള്ളതായ സമത്വം കാണിച്ച് കർത്താവ് തന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്നും
നമ്മുടെ കർത്താവ് ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് ആമേൻ ദൈവത്തിന്റെ കൃപയാൽ ഹോപ്പ് ഗിവേഴ്സ് മിഷന്റെ പ്രവർത്തകരും ചെയ്യുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവ് ചെയ്ത അതേ പ്രവർത്തനങ്ങൾ ആമേൻ രോഗത്തിലായിരിക്കുന്നവർക്ക് കൈത്താങ്ങൽ കൊടുത്ത്, ആമേൻ വേദനയിലായിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുത്ത്, ആമേൻ രക്ഷയില്ലാതെ തകർന്ന് തരിപ്പണമായിരിക്കുന്നവർ, പാപത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് ആമേൻ ആശ്വാസത്തിന്റെയും രക്ഷയുടെയും ആമേൻ ദൈവത്തിന്റെ വചനം ഉദ്ഘോഷിക്കുവാൻ തക്കവണ്ണം ഇതിന്റെ പ്രവർത്തകരെ ഉപയോഗിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാൽ അവൻ സ്വർഗരാജ്യം വിപുലീകരിക്കപ്പെടുവാനിടയായി തീരട്ടെ. അതിനുള്ളതായ എല്ലാ മാർഗങ്ങളും മുഖാന്തരങ്ങളും സർവശക്തനായ ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കുവാനിടയായി തീരട്ടെ. ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും, നമുക്ക് ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ തള്ളി പറഞ്ഞാൽ, നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ, അവൻ എത്രയോ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടുന്നു. അതാണ്ട് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പ്രസവിച്ച് വളർത്തിയ, അവൻ ഉലയൂട്ടി വളർത്തിയ ആ മാതാപിതാക്കളെ അല്ലെങ്കിൽ മാതാവിനെ അല്ലെങ്കിൽ ചോര നീരാക്കി അധ്വാനിച്ച അവൻ പിതാവിനെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുന്ന പല ആമൻ മക്കളെ നമുക്കറിയാം. അനാഥ മന്ദിരങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ ഇവിടെ ഒക്കെയും ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ, അവൻ ഏറ്റവും സ്വന്തമായവർ ഹല്ലേലൂയ രക്തബന്ധത്തിലുള്ളവർ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ വേദന നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. സ്വന്തമായ ഇതിലേക്ക് കടന്നു വന്നപ്പോൾ അവനെ തള്ളിക്കളയുവാനിടയായി തീർന്നു. നമ്മുടെ കർത്താവിനെ അവർ ഉപേക്ഷിക്കുവാനിടയായി തീർന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ, അവൻ ക്രൂശീകരണ സമയത്ത് യഹൂദന്മാർ മുഴുവനും തന്റെ സ്വന്തം ജനം മുഴുവനും എന്ത് ചെയ്തു? ആർപ്പ് വിളിക്കുവാനിടയായി തീർന്നു. എന്താണ്? അവനെ ക്രൂശിക്ക എന്ന് ആർപ്പ് വിളിക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ ഹൃദയം വളരെയേറെ വേദനിക്കുകയും നോവുകയും അവൻ വളരെയേറെ തകർന്നിരിക്കുകയും ചെയ്ത സന്ദർഭമായിരുന്നു. ഈ ജനത്തിന് വേണ്ടി, ഈ ജനത്തിന് വിടുതലിന് വേണ്ടി എത്രയോ പ്രിയപ്പെട്ടവർ ആമേൻ തലേന്ന് പോലും ആ ക്രൂശീകരണത്തിന്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയും ആമേൻ ഓശന്ന പാടിയവർ, അവന്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിക്കഴിച്ചവർ, അവൻ അനുഗ്രഹങ്ങളെ വാങ്ങിയവർ ഒക്കെയും പലരും ഇപ്പോൾ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിരിക്കുകയാ. കർത്താവിനോട് പറയുക, അവർ പറയുക, അവനെ ക്രൂശിക്ക എന്ന് ആർപ്പ് വിളിക്കുവാനിടയായിട്ടുള്ളൂ. അതിനേക്കാളും വേദനിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ കലഹത്തിൽ കൊലപാതകം ചെയ്ത ബറാബാസിന്റെ അടുക്കലെ ബറാബാസിനെയും കൂടെ കൊണ്ടുവന്നപ്പോൾ ആ ബറാബാസിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവൻ പീലാത്തോസ് ചോദിക്കുകയാ, കലഹത്തിൽ കൊലപാതകിയായിരിക്കുന്ന ബറാബാസിനെയാണോ യേശു ക്രിസ്തുവിനെയാണോ ഈ യേശുവിനെയാണോ നിങ്ങൾക്ക് വിട്ടുതരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബറാബാസിനെ വിട്ടുതരണമെന്ന് അവർ പറഞ്ഞു. യേശുവിനെ ക്രൂശിക്കാവുന്നവർ അധികമായി ആർത്തു വിളിക്കുവാനിടയായി തീർന്നു. ഇത് കേട്ടിട്ട് പീലാത്തോസ് എന്ത് ചെയ്തു? പീലാത്തോസ് ചെയ്തത് ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നു. അവൻ പാത്രത്തിലുള്ള വെള്ളത്തിൽ താൻ കൈ കഴുകി ജനത്തോട് പറയുവാനിടയായി തീർന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഈ നീതിമാനായ വ്യക്തിയുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പീലാത്തോസ് അവിടെ പറയുമ്പോൾ, സ്വന്തം ജനം സ്വന്തമായ ഇതിലേക്ക് കടന്നു വന്നപ്പോൾ ആ ജനങ്ങൾ പറയുക, ആമേൻ, ഈ ശാപങ്ങൾ മുഴുവനും ഞങ്ങൾക്കും ഞങ്ങളുടെ സന്തതിമേലും കടന്നു വരട്ടെ എന്ന് അവർ പറഞ്ഞ് ആക്രോശിക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവജനമേ, കർത്താവിനെ അവർ ഉപേക്ഷിച്ചു, കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞു. ഈ ലോകത്തിൽ പല മനുഷ്യരെയും തള്ളിക്കളയുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ ഉപരി അധികമായ വേദന. ആമേൻ, ചാട്ടവാറടി കൊണ്ട് ശരീരം മുഴുവനും തകർക്കപ്പെട്ടവനായി ആമേൻ ആ കാൽവരി കൊലക്കളത്തിലേക്ക് കർത്താവ് നടന്നു പോയപ്പോൾ ക്രൂശിൽ കിടന്നുകൊണ്ട് ആമേൻ എന്റെ ദൈവമേ നീയും എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചത് ആമേൻ മാനവജാതിയുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് അവിടെയും കൈവിടപ്പെടുവാനിടയായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവജനമേ, ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ആമേൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ ഈ ജനത്തിനുണ്ടായിരുന്ന ആ നഷ്ടം യഹൂദനുണ്ടായ ഒരു തീരാ നഷ്ടമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആമേൻ യഹൂദന് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായി. ആമേൻ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളൊക്കെയും ആമേൻ യഹൂദന് നഷ്ടമായി. യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചത് മൂലം ആമേൻ സ്ത്രീയുടെ സന്തതി ആമേൻ സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ളതായ ആമേൻ ദൈവിക വാഗ്ദത്തം അവർക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ ദൈവത്തിന്റെ സ്നേഹം, ആഴമായ സ്നേഹം, അഗാപ്പെ ആമേൻ എന്ന് വെച്ചാൽ ആമേൻ ദ ഡിവൈൻ ലവ്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ
തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല. അതിനെയൊക്കെ അവർക്ക് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിനോടുള്ള ദൈവരാജ്യം അവർക്ക് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അവർക്ക് പാപമോചനം നഷ്ടപ്പെടുവാനിടയായി, രക്ഷയും അവർക്ക് നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. കർത്താവിനെ സ്വീകരിക്കാത്ത, കർത്താവിനെ ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിക്ക് പോലും ഇതൊന്നും ലഭിക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ വചനത്താൽ വചനം ഇങ്ങനെ പറയുകയാണ്. നമുക്ക് വേഗത്തിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1:11 നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ ഇവരൊക്കെയും ഉപേക്ഷിച്ചപ്പോൾ യഹൂദാജനം മുഴുവനും കർത്താവിനെ ഉപേക്ഷിച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. നമ്മളൊരു പക്ഷെ വിചാരിക്കും, ഇത് നാം കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നാം മാറ്റമില്ലാത്ത സുവിശേഷമാണ് നാം ഇന്ന് കേൾക്കുവാനിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നവർക്കൊക്കെയും ഉണ്ടാകുന്ന ആത്മീകമായ നഷ്ടങ്ങളെ നാം വിചിന്തനം ചെയ്യുവാനിടയായി തീരണം. ദൈവിക വാഗ്ദത്തങ്ങൾ നഷ്ടമായി പോകും. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നഷ്ടമായി പോകും. ദൈവരാജ്യം നഷ്ടമായി പോകും. പാപക്ഷമയും രക്ഷയും നഷ്ടമായി പോകുന്ന അവസരമാണ് കർത്താവിനെ ഉപേക്ഷിച്ചാൽ സാധിക്കുന്നത്. എന്നാൽ കർത്താവിനെ കൈക്കൊണ്ടാൽ ഇതൊക്കെയും ദൈവിക വാഗ്ദത്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവസ്നേഹത്തെ രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് പാപമോചനവും രക്ഷയും സ്വർഗവും ഒക്കെയും സർവശക്തനായ കർത്താവ് നമുക്ക് നൽകി തരുവാനായി സാധിക്കും. ഹല്ലേലൂയ. അതിന് നാം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിനും പറയുന്നത് ഇങ്ങനെയാണ്. 12-ാമത്തെ വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ നാം വിശ്വസിക്കണം. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു: സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊള്ളുവാൻ വേണ്ടി ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഈ ദൈവത്തിന്റെ വചനം ഈ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കർത്താവിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. അവനെ കൈക്കൊള്ളുവാൻ, അവനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ, അവനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ രക്ഷയുണ്ടാകുവാൻ. ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും, വചനത്തിൽ ആദ്യം നമ്മൾ കേട്ടതുപോലെ, ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം നേടാൻ സാധിച്ചെന്ന് പറഞ്ഞാലും കർത്താവില്ലാത്ത ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ വലിയ ബിഗ് സീറോയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നാശമാണ്, ഏറ്റവും നഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള അർത്ഥമില്ലാത്ത ഒരു തലത്തിലേക്ക് നാം മാറിപ്പോകുവാനിടയായി തീരും. കർത്താവിനെ വചനം വായിക്കുമ്പോൾ, കർത്താവിന്റെ ഏറ്റവും ഇഷ്ടമായ ഏറ്റവും നല്ല ആഴമേറിയ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ തന്നെ, കർത്താവിനെ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് എന്തെന്നില്ലാത്ത മാറ്റവും ദൈവികമായ സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായി തീരും. വലിയ സമ്പത്ത് കിട്ടുമെന്നോ, പണം കിട്ടുമെന്നോ, ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ കിട്ടുമെന്നോ അങ്ങനെയുള്ള ഒരു പ്രോസ്പെരിറ്റി ഒന്നുമല്ല പറഞ്ഞത്. നമ്മൾ ഈ ഭൂമിയിൽ നേടുന്ന ഏതിനെയും ചപ്പന്നും ചവറെന്നും അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, തനിക്ക് ഏറ്റവും സമ്പന്നനായിരുന്ന ഒരു മനുഷ്യനായിരുന്നിട്ട് പോലും കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ താൻ അതൊക്കെ സകലം ഛേദമെന്നെണ്ണിക്കൊണ്ട് താൻ കർത്താവിനെ മുറുകെ പിടിക്കുവാനിടയായി തീർന്നത് പോലെ. ഹല്ലേലൂയ. ഇന്നു രാത്രികാലം ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ, കർത്താവിനെ സ്വീകരിക്കുവാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവത്തോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങൾ ഈ വചനം കേൾക്കുന്ന ഏത് സന്ദർഭമാണെങ്കിൽ തന്നെ, ഇതിന്റെ ലൈവ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുവാനിടയായി തീരും. നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകും. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാനിടയായി തീരും. കർത്താവിനെ സ്വീകരിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് ഈ വിഷയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ കർത്താവേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ അങ്ങയുടെ ആത്മാവടിയങ്ങളെ സഹായിച്ച നല്ല ദയക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ പ്രത്യേകിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഹോപ്പ് ഗിവേഴ്സ് മിഷന്റെ പ്രവർത്തനത്തിലൂടെ കർത്താവെ ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ, കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ, ഈ രക്ഷയിലേക്ക് തന്നെ ജനത്തെ ആഹ്വാനം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം. കർത്താവെ കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ ഏതെങ്കിലും വ്യക്തി എവിടെങ്കിലും വെച്ച് സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ ആ വ്യക്തികളെ അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ. രക്ഷന്റെ പ്രവൃത്തിയിലേക്ക് കർത്താവ് കൂട്ടി വരുത്തണമേ. അവർക്ക് ആശ്വാസം നൽകണമേ. സ്വന്തമായ യഹൂദൻ അവർ നഷ്ടമാക്കിയ സകല അനുഗ്രഹങ്ങളും കർത്താവിനെ സ്വീകരിക്കുന്നത് മൂലം കർത്താവിനെ പ്രിയപ്പെട്ടവർക്ക് നൽകി മാനിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ കരങ്ങളിലേക്ക് അടികളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രാർത്ഥനകളുടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.